ഡ്രാഗണെ കണ്ട് പേടിച്ചു പോയ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ പവർ മുഴുവനും പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ആ ഡ്രാഗണെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്തെയും ഹീറോയിൻ ആ ഒരു ഡ്രാഗണിന്റെ മുകളിലേക്ക് ചാടി കയറിയിട്ട് അവളുടെ വാൾ ഉപയോഗിച്ചിട്ട് ഈ ഡ്രാഗണിനെ കുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ഈ ഒരു വാള് ഡ്രാഗണിന്റെ ശരീരത്തിലേക്ക് ഇറങ്ങുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഹീറോയിൻ സ്ലിപ്പായിട്ട് അത്രയും വലിയ ഹൈറ്റിലൊന്നും താഴേക്ക് വീഴുന്നുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് തന്നെ ഹീറോയിന്റെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഡ്രാഗൺ വീണ്ടും ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ്. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ മുത്തച്ഛൻ ആ ഒരു കപ്പലിന്റെ വേഗത കൂട്ടുകയാണ്. ഹീറോ ഇപ്പോൾ ഒരു വിധത്തില് ഹീറോയിനെ പിടിച്ച് മുകളിലേക്ക് കയറ്റുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ചില മന്ത്രശക്തികൾ ഉപയോഗിച്ചിട്ട് ആ ഒരു ഡ്രാഗണിന്റെ നേരെ ഇവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ഈ ഒരു പവറില് ഡ്രാഗൺ അവിടുന്ന് പേടിച്ചു പോവാണ്. മുത്തച്ഛൻ ഇപ്പൊ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അദ്ദേഹം ഇപ്പോ ഈ ഡ്രാഗണുമായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. നീ വിചാരിച്ചതുപോലെ നിന്നെ ശല്യപ്പെടുത്താനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ഒന്നുമല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ലോകത്തെ ഒന്നായിട്ട് അടക്കി ഭരിക്കണമെന്ന് വിചാരിക്കുന്ന ആ രാക്ഷസന്മാരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു ഡ്രാഗൺ ബോയ്ക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. സോ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഡ്രാഗൺ ഒന്ന് ശാന്തനാവുന്നുണ്ട്. അതിപ്പോ മനുഷ്യരൂപത്തിലേക്ക് വരികയാണ്.